ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ രാജിവെച്ച സാഹചര്യത്തിൽ ആരായിരിക്കും ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നത് വളരെ പ്രസക്തമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63 അനുസരിച്ചാണ് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 66ഉം ഉപരാഷ്ട്രപതിയുടെ കാലാവധി, രാജി തുടങ്ങിയവ ആർട്ടിക്കിൾ 67ഉമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജ് വഴിയാണ്. ഇത് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച് ഒറ്റത്തവണ കൈമാറ്റം ചെയ്യാവുന്ന വോട്ട് ഉപയോഗിച്ചുള്ള രഹസ്യ ബാലറ്റ് വഴിയാണ് നടക്കുന്നത്. ഇലക്ടറൽ കോളേജ് എന്ന് പറയുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങൾക്കും, അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും വോട്ടവകാശമുണ്ട്. എന്നാൽ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല. ഓരോ വോട്ടർക്കും ഒന്നിലധികം സ്ഥാനാർത്ഥികൾക്ക് മുൻഗണനാക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്താം. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ചുമതല തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒഴിവ് വന്നാൽ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് നടത്തണം. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം, രാജ്യസഭാ അംഗമാകാനുള്ള യോഗ്യതകളുണ്ടായിരിക്കണം. ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണയായി ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ 45 മുതൽ 50 ദിവസങ്ങൾക്കുള്ളിലാണ് പൂർത്തിയാക്കാറ്. നിലവിൽ അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആരെയാണ് പരിഗണിച്ചിരിക്കുന്നതെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഭരണകക്ഷിയും പ്രതിപക്ഷവും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പ് നടത്താനാണ് സർക്കാർ താൽപ്പര്യപ്പെടുന്നത്.